അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൗലാന പേരോട് ഉസ്താദിൻ്റെ നേരെ ഈ കുരുവട്ടൂര് കോളാമ്പിയായ നൗഷാദ് ചാടി വീണ ഒരു കേസുണ്ട്. എന്താണെന്നറിയോ? മൗലാന പേരോട് ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ്. പേരോട് ഉസ്താദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ശൈത്താന് പ്രത്യക്ഷപ്പെടാൻ കഴിയുകയില്ല. എന്നാലോ ശൈത്താന് പറയാം, ഞാൻ റസൂലുള്ളയാണ് എന്ന് വന്ന് പറയാം സ്വപ്നത്തിലൂടെ. സ്വപ്നത്തിൽ കാണുന്ന കാര്യമായി പറയുന്നത് കേട്ടോ. സ്വപ്നത്തിൽ കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഒരാൾ സ്വപ്നത്തിൽ അയാൾ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ള തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം റസൂലുള്ളാഹിൻ്റെ രൂപങ്ങൾ ഒരുപാട് രൂപങ്ങളുണ്ട്. ആ രൂപം കണ്ട ആളുകൾക്കേ അറിയുള്ളൂ, അല്ലെങ്കിൽ മഹാന്മാർക്കേ കഴിയുള്ളൂ എന്നുള്ള രംഗം. എന്നാലോ ശൈത്താന് പറയാം, ഞാൻ റസൂലുള്ളയാണ് എന്ന് ശൈത്താന് പറയാലോ. അതിന് പ്രശ്നമില്ലല്ലോ. ശൈത്താൻ ഞാൻ റസൂലുള്ളയാണെന്ന് വന്നു വേണ്ട പറഞ്ഞാൽ അത് പറയാം എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ അങ്ങനെയും ശൈത്താന് പറയാൻ കഴിയുകയില്ല, അങ്ങനൊന്നും ഉണ്ടാവൂല. റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് പറഞ്ഞു, റസൂലുള്ളാഹിനെ ശൈത്താൻ്റെ കോലത്തിലാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് പ്രസംഗിച്ചു? നൗഷാദ് പേരോട് ഉസ്താദിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കി, പലതും പറഞ്ഞുണ്ടാക്കി. എന്നാൽ ഇതേ വിഷയം പേരോട് ഉസ്താദ് പറഞ്ഞതിനേക്കാൾ ഒന്നും കൂടി ഗൗരവത്തിൽ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, നൗഷാദ് എന്തേ അത് തുടരുന്നത്? ധൈര്യമുണ്ടോ നൗഷാദേ? അടുത്തതിൻ്റെ പ്രസംഗത്തിൽ ജിഫ്രി തങ്ങളുടെ ഈ ക്ലിപ്പിട്ടുകൊണ്ട് ഇത് ശരിയല്ല തങ്ങളെ, നിങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായിരിക്കെ ഈ രൂപത്തിൽ പറഞ്ഞത് ശരിയല്ല തങ്ങളെ എന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ നൗഷാദേ? നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇതാ ജിഫ്രി തങ്ങൾ പറയുന്നു. ഉറക്കത്ത് പോയി നമ്മളും കാണുമല്ലോ, പലരും കാണും. കണ്ടത് അവരാവും ചെയ്യുക, അല്ലാതാവും ചെയ്യുക, അത് വേറെ സംഗതി. ഇതാ ജിഫ്രി തങ്ങൾ പറയുന്നു, ഉറക്കത്തിൽ നമ്മൾ പലതും കാണും, പലരെയും കാണും. അത് കണ്ട ആളും ആവാം, അല്ലാതിരിക്കും ചെയ്യാം. ആവും ചെയ്യാം, ആവാതിരിക്കും ചെയ്യാം. ബാക്കി പറയട്ടെ. നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളൊന്നുമില്ല. നമ്മൾ സ്വപ്നത്തിൽ കണ്ടത് കണ്ടവരായിക്കോളണം എന്നില്ല. തങ്ങൾ പാപ്പയാണ് ഈ പറയുന്നത്. നൗഷാദിൻ്റെ വാദം കണ്ടവർ തന്നെയാണ് എന്നാൽ കണ്ടവരായിക്കൊള്ളണം എന്നില്ല എന്നാണ് ജിഫ്രി തങ്ങൾ പാപ്പ പറയുന്നത്. അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. എങ്ങനെ? അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. ഇന്നാളൊന്നുമില്ല, ആരെ കണ്ടാലും അങ്ങനെ തന്നെ. പറയട്ടെ ബാക്കി. റസൂലുള്ളാഹിനെ കണ്ടാലും അത് റസൂലുള്ളാഹിനെ ആയിക്കോളുന്നില്ല. റസൂലുള്ളാഹിനെ കണ്ടാലും റസൂലുള്ളാഹി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. നൗഷാദെ എന്ത് പറയുന്നു നീ? ധൈര്യമുണ്ടോ ക്ലിപ്പിട്ട് സംസാരിക്കാൻ? ധൈര്യമുണ്ടെങ്കിൽ കാണിക്കടാ. റസൂലുള്ളാഹിന്റെ രൂപത്തിൽ ശൈത്താന് വരാൻ പറ്റൂല എന്നുള്ളതാ. അതെ, അതാണ് അതിന്റെ ശരി. റസൂലുള്ളാഹിന്റെ രൂപത്തിൽ ശൈത്താന് വരാൻ പറ്റൂല എന്നുള്ളതാണ്. ബാക്കി പറയട്ടെ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലുള്ളാഹിന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായോ? അപ്പൊ ഈ ശൈത്താൻ ചിലപ്പോൾ ഞാൻ റസൂലുള്ളയാണ് എന്ന് വന്ന് പറയും നിന്നോട്. ശൈത്താൻ അങ്ങനെ പറയാലോ, അതാ പറഞ്ഞത്. നീ ബാക്കി കണ്ട് ചിലപ്പോ ശൈത്താനായിരിക്കും. നീ കണ്ടത് ചിലപ്പോൾ ശൈത്താനെ തന്നെയായിരിക്കും. ശൈത്താൻ വന്നിട്ട് എന്താ പറഞ്ഞ, ഞാൻ റസൂലുള്ളയാണ് എന്ന് പിന്നെ ശൈത്താൻ പറയും. പക്ഷെ ഇജ്ജ് കണ്ടത് ആരാണ്? ശൈത്താനെ തന്നെയാണ്. റസൂലുള്ളാഹിന്റെ രൂപത്തിൽ ശൈത്താൻ വരും, അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ റസൂലുള്ളാഹിന്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയുകയില്ല എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയൂല എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. മഹാനായ സയ്യിദുൽ ഉലമ പറയുന്നു, നമ്മൾ റസൂലുള്ളാഹിനെ കണ്ട റസൂലുള്ളാഹിനെ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ റസൂലുള്ളാഹിനെ കണ്ടാൽ റസൂലുള്ളയാണ് എന്നുള്ള അർത്ഥത്തിലല്ല ആ പറഞ്ഞത് ഹദീസിലുള്ളത്. നമ്മൾ റസൂലുള്ളാഹിനെ കണ്ടാൽ റസൂലുള്ളാഹി തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഹദീസിൽ പറഞ്ഞത്. ഹദീസാ മഹാനായ സയ്യിദുൽ ഉലമ വിശദീകരിക്കുന്നത്. അത് ശൈത്താനിക്ക് റസൂലുള്ളാഹിന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യത. ശൈത്താനിക്ക്
റസൂലുള്ളാന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യമല്ല. കേട്ടോ നൗഷാദേജ് പറഞ്ഞത്? സയ്യിദുൽ ഉലമ പറഞ്ഞത് കേട്ടോ? റസൂലുള്ളാന്റെ രൂപത്തിൽ ശൈത്താനിക്ക് രൂപപ്പെട്ടു വരാൻ സാധ്യമല്ല. ബാക്കി പറയട്ടെ. അപ്പോൾ റസൂൽ ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂൽ നമ്മൾ കാണണ്ടേ? അപ്പൊ അതെന്തോ ആവട്ടെ. കേട്ടോ, പേരോട് ഉസ്താദ് പറഞ്ഞതിൻ്റെയും കുറച്ചും കൂടി ഗൗരവത്തിലാണ് സയ്യിദുൽ ഉലമ സയ്യിദ് അവറുകൾ പറയുന്നത്. റസൂലുള്ള ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ റസൂലുള്ളാനെ കാണണ്ടേ? എന്നെങ്കിലല്ലേ റസൂലുള്ളാനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതായിരിക്കേ അറിയുള്ളൂ? അത് പൂർവീകരായ ആ സറഫുസാലിഹ്യങ്ങളായ ആളുകൾക്കേ അറിയുള്ളൂ, അല്ലെങ്കിൽ മഹാന്മാർക്കേ അറിയുള്ളൂ, അല്ലെങ്കിൽ അമ്പിയാക്കന്മാർക്കേ അറിയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ള ആര് എന്ന് റസൂലുള്ള ആര് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് റസൂലുള്ളാനെ ആദ്യം നമ്മൾ കാണണമല്ലോ. ഇതാണ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിബ്രി മുത്തുക്കോയ തങ്ങളവറുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അഥവാ മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞതിനേക്കാൾ ഒന്നും കൂടിയും ശക്തമായിക്കൊണ്ട് അടിവരയിട്ടുകൊണ്ടാണ് ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിയെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് മഹാനായ സയ്യിദുൽ ഉലമ പറഞ്ഞത്. എന്നാൽ ഈ വിഷയം നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇട്ട് പറയടാ. ധൈര്യം ഉണ്ടെങ്കിൽ ക്ലിപ്പിട്ട് കാണാണ്ട് സംസാരിക്ക്. ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പം നിന്റെ കപട മുഖം ശരിക്ക് തിരിച്ചറിയും. നിനക്ക് വിഷയം അറിയാനിട്ടല്ല, പക്ഷേ നിന്റെ നല്ല ഖാലിസായ നല്ല ഇൽമിനെ അല്ലാഹു തആല ഊരിക്കളഞ്ഞു. അപ്പോൾ നിനക്ക് ഇബ്ലീസിൻ്റെ ഇൽമാപ്പുള്ളത്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് നല്ല പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ട് കുറ്റം പറയാനും ഗീബത്ത് പറയാനും അവരെ കൊഞ്ഞനം കുത്താനുമാണ് നീ ഒരുങ്ങിയിട്ടുള്ളത്. അങ്ങനെ കൊഞ്ഞനം കുത്ത് ആരാണ്? ഇബ്ലീസാണ്. ആ ഇബ്ലീസിൻ്റെ ത്വരീഖത്തിലാണ് ഉള്ളത്. മനസ്സിലാക്കിക്കോ. ധൈര്യം ഉണ്ടെങ്കിൽ ഈ ക്ലിപ്പിട്ടൊന്ന് സംസാരിക്ക്.